What's up guys, welcome back to Logica. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിമ്മർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു റെഡ് നോട്ട് വിന്നർ ആണ്. 2020 റെഡ് നോട്ട് വിന്നർ, അതുപോലെ തന്നെ ബെസ്റ്റ് ഡിസൈൻ 2020 വിന്നറും ഈ ഒരു ട്രിമ്മർ ആണ്. നമ്മളപ്പോൾ അതിന്റെ അൺബോക്സിംഗിലേക്ക് നമുക്ക് കടക്കാം. സോ ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1799 ആണ്. പക്ഷേ നമുക്കിത് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1350 എന്ന റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊരുപാട് ഓഫേഴ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് 2 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 90 minutes വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഇതൊരു 5 minutes വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 minutes വരെ നമുക്ക് ഒരു ട്രിമ്മർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം ട്രിമ്മേഴ്സ് എന്ന് പറയുന്നത് ഇത് ചെറിയ ടോർക്കിൻ്റെ ട്രിമ്മേഴ്സാണ്. ആവശ്യത്തിന് ടോർക്ക് ഉണ്ടാവും, പക്ഷേ അത് ബിയേഡിനും മസ്റ്റാഷിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി വെട്ടുന്ന പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ട്രിമ്മേഴ്സ് വേണം യൂസ് ചെയ്യാൻ. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അപ്പിയറൻസും നമുക്ക് ഇതിൻ്റെ യൂസേജും എല്ലാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഗൈഡൻസ് ബുക്കാണ്. സോ ഇതിനകത്ത് ഗൈഡൻസ് ആൻഡ് മാനുവൽ ബുക്കിനകത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത്രയും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്യേണ്ട മോഡ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഈ കാണുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ഹെഡാണ്. 0.5 മുതൽ 20 mm വരെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മളുടെ ട്രിമ്മറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മോഡ്സ് വരെയാണ് അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 10 മോഡ്സ് വരെ ഈ 2 ഹെഡ്സ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സാധാരണ പോലെ തന്നെ ട്രിമ്മറിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോഡ്ലെസ് വയർ തന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ അഡാപ്റ്റർ യൂസ് ചെയ്ത് തന്നെ, അതായത് മൊബൈൽ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് തന്നിട്ടുണ്ട്. നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IPX7 റേറ്റിങ്ങോട് കൂടിയ ട്രിമ്മറാണിത്. അതായത് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഹെഡ് നമുക്ക് വെള്ളത്തിൽ ക്ലീൻ ചെയ്യാം. അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ സാധാരണ കുറഞ്ഞ ട്രിമ്മേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ച് മാത്രമായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിനാരുകളെല്ലാം ഇതിൻ്റെ മോട്ടറിൻ്റെ ഇടയിലും അവിടെയൊക്കെ ചേരി കുടുങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ, അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരുപാട് യൂസിന് ശേഷം നമ്മൾ ട്രിമ്മറിന് പവർ കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇങ്ങനെയുള്ള ട്രിമ്മറിൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പവർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ക്ലീനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 2 സൈഡിലും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടോ, നമുക്ക് ഈസിലി അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതുപോലെ 2 ഹെഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ട്രിമ്മറിൻ്റെ സൈസ് അനുസരിച്ച്. ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് 0.5 മുതൽ 20 mm വരെയാണ് നമുക്ക് ഇതിൻ്റെ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 0 ഇട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ അഴിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോയിൻറ്റ്സ്, ഞാൻ പറഞ്ഞ ആ 0 to 10 മോഡ്സ്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇവർ ഇതിൻ്റെ വർക്കിംഗ്, അതായത് ഇതിൻ്റെ ഓൺ ഓഫ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് വരുന്നത് താഴെയാണ് ഇതിൻ്റെ ചാർജിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ലോട്ടാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. പൊതുവെ ട്രിമ്മറിനെല്ലാം ഇങ്ങനെയായിരിക്കും ട്രിമ്മറിൻ്റെ സ്ലോട്ട്സ് വരുന്നത്. അതിൻ്റെ അപ്പുറമറ്റം USB ആയിരിക്കും എപ്പോഴും വരുന്നത്. നമുക്ക് സാധാരണ അഡാപ്റ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 15.4 cm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന 15 cm സ്കെയിലെങ്കാടി ഒരു അല്പം വലുത്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.8, അത്ര ഇതിൻ്റെ വിഡ്ത്ത് വരുന്നുള്ളൂ. ഒരു 21 gram അത്രയൊക്കെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ.
പിന്നെ പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രിപ്പ് നല്ല രീതിയിൽ ഗ്രിപ്പ് ഇതിനുണ്ട്. ബ്ലാക്കാണ് ഇതിൻ്റെ ഫുള്ളി ബ്ലാക്ക് മാറ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല എലഗൻ്റാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ എംപ്ലം കൊടുത്തിരിക്കുന്ന MI അത് ഇവിടെ ആയിട്ടാണ്. നമുക്കത് ഫുള്ളി കാണുമ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ തോന്നും. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലേഡ്സ് ആണ്. ബ്ലേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി റിമൂവബിൾ ആണ്, നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിടക്കും, നമ്മൾ പെട്ടെന്ന് അഴിഞ്ഞു പോകത്തുമില്ല, എന്നാൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലേഡ്സ് അതിൻ്റെ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പ് പിടിക്കത്തില്ല. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യും തോറും സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും തോറും അതിൻ്റെ മൂർച്ച പോകും. പക്ഷേ ഇതൊരു ന്യൂജൻ ടെക്നോളജിയാണ്. അതായത് ഇത്തരം ബ്ലേഡ്സ് നമ്മൾ യൂസ് ചെയ്യും തോറും അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ട്രാവൽ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി, അതായത് ഒരു ഫീച്ചർ ഇവർ MI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബാഗിൽ ഇത്തരം ട്രിമ്മേഴ്സ് കിടക്കുവാണെങ്കിൽ പൊതുവെ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗിൽ കിടക്കുന്ന സമയത്ത് അറിയാതെ തന്നെ നമ്മുടെ പവർ ബട്ടൺ പ്രസ് ആയി കഴിഞ്ഞിട്ട് ട്രിമ്മർ ഓൺ ആയി പോവുകയും അതിൻ്റെ ചാർജ് ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ ഈ ട്രിമ്മർ ബ്ലേഡ് കൊണ്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ട്രാവൽ ലോക്ക് എന്നൊരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ, ആ പവർ ബട്ടൺ നമ്മൾ 3 സെക്കൻഡ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ട്രിമ്മർ ട്രാവൽ ലോക്ക് ആയി കഴിയും. അതായത് ഒരു ചൈൽഡ് ലോക്ക് പോലത്തെ ഒരു ഫെസിലിറ്റി. അപ്പോൾ അങ്ങനെ ലോക്കായി കഴിഞ്ഞാലുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു സിംഗിൾ പ്രസ്സിൽ ഈ ട്രിമ്മർ ഓൺ ആകത്തില്ല. പിന്നെ നമ്മളിത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു ബട്ടൺ ഇങ്ങനെ വീണ്ടും പ്രസ് ആൻഡ് ഹോൾഡ് 3 സെക്കൻഡ്സ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്കിത് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പൊതുവേ ട്രിമ്മേഴ്സിൻ്റെ കൂടെ അഡാപ്റ്റർ തരാറില്ല. പക്ഷേ അതൊരു നെഗറ്റീവ് കമൻ്റായിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഒരു ട്രിമ്മേഴ്സിൻ്റെ കൂടെയും പൊതുവേ അഡാപ്റ്റേഴ്സ് തരാറില്ല. നമ്മൾ വീട്ടിൽ കാണുന്ന അഡാപ്റ്റേഴ്സോ അല്ലെങ്കിൽ പൊതുവേ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സോ ആണ് അതിന് പൊതുവേ യൂസ് ചെയ്ത് പോരാറ്. ഇതിന് ഇവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് 3 വാട്ടാണ് ഇതിൻ്റെ വാട്ടേജ് റേറ്റിംഗ്. അതുപോലെ തന്നെ 5 വോൾട്ടേജിൻ്റെ അഡാപ്റ്റർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇങ്ങനെ പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വോൾട്ടേജ് 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് അതെല്ലാം ഫ്ലാഷ് ചാർജിങ്, വാർപ്പ് ചാർജിങ്, അങ്ങനെ പല രീതിയിലുള്ള ചാർജേഴ്സാണ്. അപ്പോൾ അത്തരം ചാർജേഴ്സ് എടുത്ത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടേജ് റേറ്റിംഗിൽ ഉള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആയത് കാരണം അത് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അഡാപ്റ്റർ വേണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. സോ ഇതിൻ്റെ ചാർജിങ്ങും അതേപോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നും അതെല്ലാം അറിയാൻ വേണ്ടി ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് 3 LED ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 3 LED ലൈറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലിങ്കിങ്ങും അതേപോലെ തന്നെ അത് ഓൺ ഓഫും അതനുസരിച്ചാണ് നമുക്ക് ഇത് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നും അതേപോലെ എത്ര ശതമാനം ചാർജ് കയറിയിട്ടുണ്ടെന്നും നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാം, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇതിൻ്റെ ആദ്യത്തെ LED അതായത് LED 1 അത് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 LEDs ഓഫാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ ബാറ്ററി ലെവൽ, അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുതെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ലെവൽ 10% താഴെയാണ്, അതായത് ലോ ബാറ്ററിയിലാണ്. ഉടനെ തന്നെ നമ്മൾ ചാർജ് ചെയ്യണം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഓണായി കിടക്കുകയാണ്, അതായത് LED 1 മാത്രം ഓണായി കിടക്കുകയാണ്, ബാക്കി 2 LEDസും ഓഫാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 11% മുതൽ 30% ഇടയിലാണ്. അതേസമയം തന്നെ LED 1ഉം LED 2ഉം ഓണാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് 31 to 59% ആണ്. അതുപോലെ തന്നെ 3 LEDസും കത്തുന്നുണ്ടെങ്കിൽ നമുക്കത് ഏകദേശം നല്ല ചാർജ് ഉണ്ട്, 60% എബോവ് ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴുള്ള LED പ്രത്യേകതകളാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അത് ലോ ബാറ്ററിയിലാണ് ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കാണാൻ കഴിയുക ഇതിൻ്റെ LED 1 മാത്രം ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും, ബാക്കി 2 LED ലൈറ്റ്സും ഓഫ് ആയിരിക്കും. അതേസമയം നമ്മൾ ഇത് കുറച്ചുകൂടി ചാർജ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലിങ്കിങ്ങിന് പകരം ഫസ്റ്റ് LED ഓൺ ആയി കിടക്കും, എന്നിട്ട് LED 2 ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിമ്മർ ഇപ്പോൾ 30% കൂടുതൽ ചാർജായി. അതായത് ഇപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 30% മുതൽ 60% വരെയാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 LEDs ഓണും ലാസ്റ്റ് LED ബ്ലിങ്കിങ്ങും ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത് 60% എബവ് ചാർജിങ് ആണ് എന്നുള്ളതാണ്. ഇനി ഇത് 3 LEDസും ഓണാണ്, അതായത് 3 LEDസും കത്തിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ഫുള്ളി ചാർജാണ്, അതായത് നമുക്ക് ട്രിമ്മർ അഴിക്കാം, ഇത് നമുക്ക് ഫുള്ളി ചാർജായി കിട്ടി എന്നുള്ളതാണ്. ഈ ഒരു ട്രിമ്മർ എന്ന് പറയുന്നത് ഇത് കോഡ് ആൻഡ് കോഡ്ലെസ് എന്ന കാറ്റഗറിയിൽ വന്നതാണ്. അതായത് കോഡ് ആൻഡ് കോഡ്ലെസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡിൽ, അതായത് നമുക്ക് ചാർജിങ് ഇല്ലാതെ, അതായത് വയർലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും. പക്ഷേ പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇത് ചാർജ് കുത്തിയിടരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫിൽ കുറവ് കാണിക്കും. ഞാനത് ക്ലീൻ ചെയ്യുന്ന കുറച്ച് പ്രിക്കോഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. നമുക്കിത് അഴിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് മുഴുവൻ ക്ലീൻ ചെയ്തിരിക്കണം. കാരണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പ്രോപ്പർ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, ഫുൾ ടോർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൂബ്രിക്കൻസ് ഓയിൽ, അതായത് ട്രിമ്മർ ക്ലീൻ ചെയ്യുന്ന മെഷീൻ ഓയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് വാങ്ങിച്ച് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിലാണ് കഴുകുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ പാർട്സും ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ താഴെ ഭാഗം, നിങ്ങളുടെ ചാർജർ കുത്തുന്ന ഭാഗം, അവിടെ എന്തെങ്കിലും വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അത് പോയി എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടും വെള്ളം പാടില്ല, അത് ഷോർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും വെള്ളം ആകാതെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ വെള്ളമായ കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇത് ഡ്രൈ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിച്ചിട്ട് വേണം നമ്മൾ എടുത്തു വയ്ക്കാൻ. ഇനി കുറച്ചധികം കാര്യങ്ങളും കൂടി നമ്മൾ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ ട്രിമ്മർ ഓണാക്കിയിട്ടിട്ട് ചാർജ് കുത്തി ഇടരുത്. കാരണം അങ്ങനെ അധികം നേരം കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ കംപ്ലൈൻറ്റ് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ് 5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇപ്പോൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറാണ്, അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷേ ട്രിമ്മർ വെക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യാൻ. പിന്നെ ഹ്യൂമിഡിറ്റിയാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ അത് അധികം മോയ്സ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെക്കരുത്. അതായത് ഒരുപാട് ഈർപ്പം വരുന്ന എൻവയോൺമെൻറ്റിലൊന്നും വെക്കരുത്. കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇത് ചാർജിങ് സ്ലോട്ട്സ് അതുപോലെയുള്ള ബാക്കിയുള്ള പാർട്സ് അതൊന്നും വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി അതിനകത്ത് വെള്ളം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് വരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറയുന്നത്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇവർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MIയുടെ തന്നെ അഡാപ്റ്റേഴ്സ്, അത് മൊബൈലിലും ഇറക്കുന്ന അഡാപ്റ്റേഴ്സാണ്. ആ അഡാപ്റ്റേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രിമ്മറിൻ്റെ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രിമ്മർ അറ്റ്ലീസ്റ്റ് 6 മന്ത്സിൽ ഒരിക്കലെങ്കിലും എടുത്തൊന്ന് ഓണെങ്കിലും ആക്കുക. കാരണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ഉള്ളൂ. കാരണം ഇതിന് മെക്കാനിക്കൽ പാർട്സ് ഉള്ളതാണ്. അത് ഉള്ളിലുള്ള പാർട്സ് അത് നമ്മൾ റെസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 6 മന്ത്സിൽ ഒരിക്കലെങ്കിലും നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്തിരിക്കണം. പിന്നെ ഹൈജീനിക് റീസൺസിന് വേണ്ടി പൊതുവേ ട്രിമ്മർ മാനുഫാക്ചേഴ്സ് ഒരു കാര്യം പറയാറുണ്ട്. കാരണം ട്രിമ്മേഴ്സ് ഒരിക്കലും മൾട്ടിപ്പിൾ ആളുകൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. കാരണം ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയിട്ടാണ് ട്രിമ്മേഴ്സ് യൂസ് ചെയ്യാറ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരാളുടെ ട്രിമ്മർ തന്നെയാണ് അടുത്ത ആൾക്ക് യൂസ് ചെയ്യുന്നത്. ബട്ട് പ്രോപ്പർ ട്രിമ്മറിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പേഴ്സൺ ആയിരിക്കണം ഒരു ട്രിമ്മർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫോൾട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്തരം ഗാഡ്ജറ്റ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അൺബോക്സിംഗ് വീഡിയോ കാണുവാനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് ഫോർ ലെത്തലോജിക്ക. I am signing off. Wow.